തേങ്ങ വറുത്തരച്ച ഉള്ളിത്തീയലാണ് ഇന്നുണ്ടാക്കിയത്. അതിനായി ചെറിയ ഉള്ളിയും തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചെറിയ ഉള്ളി കട്ട് ചെയ്യാതെയും ഇടാറുണ്ട്. ചിരകിയ തേങ്ങ ഒരു മിക്സി ജാറിലേക്കിട്ട് പൾസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരേ സൈസിൽ ആക്കി കിട്ടും. അങ്ങനെയാകുമ്പോൾ ഒരുപോലെ വറുത്തെടുക്കാൻ കഴിയും. ഒരു 2-3 പ്രാവശ്യം പൾസ് ചെയ്യാം. തേങ്ങ മുഴുവനും 2 ബാച്ചസായി പൾസ് ചെയ്തെടുത്തു. ഒരു ഉരുളി ചൂടാക്കിയെടുക്കാം. ഉരുളി ചൂടായി കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായിക്കോട്ടെ. ഇനി പൾസ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും 2 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും കറിവേപ്പിലയും എണ്ണയിലേക്ക് ഇടാം. കുറച്ചുപ്പ് കൂടി ചേർക്കാം. ഇനി കൈയെടുക്കാതെ ഇളക്കി അതൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. തേങ്ങ ഇതുപോലെ വറുത്തെടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യണ്ട, ഇളക്കി കൊടുത്താൽ മതി. ഉരുളിയുടെ ചൂടിൽ കിടന്ന് പൊടികളുടെ റോ ടേസ്റ്റ് മാറിക്കോളും. തേങ്ങ വറുക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. തേങ്ങയുടെ വറവ് ഇത്രയും മതി. ഇനി ഇത് മാറ്റി വയ്ക്കാം, തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരയ്ക്കണം. മിക്സിയുടെ സെക്കൻഡ് ജാറിലേക്കാണ് ഞാനിത് ഇടുന്നത്. മിക്സിയിലായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാലേ ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കാൻ കഴിയൂ. കല്ലിൽ അരയ്ക്കുവാണെങ്കിൽ വെള്ളം ചേർക്കേണ്ടി വരില്ല. അരച്ചു കഴിഞ്ഞു. ആ സെയിം ഉരുളി ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം ഉണക്കമുളക് ചേർക്കാം. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും പച്ചമുളകും കറിവേപ്പിലയും ഇടാം. ചെറിയ ഒരു കളർ ചേഞ്ച് വരുന്നത് വരെ ഒന്ന് വഴറ്റണം. ഉള്ളി നല്ലതുപോലെ വഴറ്റി ചേർക്കുവാണെങ്കിൽ തീയലിന് ടേസ്റ്റ് കൂടും. തീയൽ ചോറിൽ ഒഴിച്ചു കഴിക്കുന്ന രീതിയിലും ഉണ്ടാക്കാറുണ്ട്, പെരട്ടിയെടുക്കുന്ന രീതിയിലും ചെയ്യാറുണ്ട്. സദ്യയ്ക്ക് പെരട്ടിയെടുക്കുക ചെയ്യാറ്. ഇനി അതൊന്ന് വഴറ്റാം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. തേങ്ങ വറുത്തപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണം. ഉള്ളി ഈ പാകത്തിന് വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളി നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. വാളൻ പുളിയാണ് വേണ്ടത്. ഇനി ഉള്ളി ഒരു 5 മിനിറ്റ് പുളിവെള്ളത്തിൽ കിടന്ന് തിളയ്ക്കട്ടെ. പുളി ചേർക്കുന്നത് കൊണ്ട് അലുമിനിയം പാത്രത്തിൽ ഇത് ഉണ്ടാക്കരുത് കേട്ടോ. ഇനി അരപ്പ് അതിലേക്ക് ചേർക്കാം. ജാറിൽ ബാക്കിയുള്ള അരപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കണം. ഓൾറെഡി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ചൂടുവെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ. ചൂടുവെള്ളം ഒഴിച്ചാണ് അരപ്പ് കലക്കിയെടുത്തത്. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നല്ലതുപോലെ കിടന്ന് തിളയ്ക്കട്ടെ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊന്നും താളിച്ചിടണ്ട. കടുകൊക്കെ താളിച്ചതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത്. ഈ കറി തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഈ തീയലിൻ്റെ പാകം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് കുറുകിയിരിക്കാനും പാടില്ല, എന്നാൽ തീരെ ലൂസായി പോകാനും പാടില്ല. ലൂസ് ഗ്രേവിയും ആയിരിക്കണം, എന്നാൽ പാകത്തിന് കുറുകിയിരിക്കുകയും വേണം. എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ പാകം മനസ്സിലാകും. തേങ്ങ വറുത്തരച്ച് ഉള്ളിത്തീയൽ റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.